നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഏകദേശം 3 വർഷത്തോളം അയാളുടെ ശവശരീരം ഒരു ഫ്ളാറ്റിനുള്ളിൽ തനിച്ച്, TV ഇപ്പോഴും ഓൺ, ക്രിസ്മസ് സമ്മാനങ്ങൾ പൊതിഞ്ഞ നിലയിൽ. ഇതൊരു സിനിമയല്ല, ജോയ്സ് കരോൾ വിൻസെന്റ് എന്ന ഒരു ബ്രിട്ടീഷ് യുവതിയുടെ യഥാർത്ഥ ജീവിതകഥയാണ്. നമസ്കാരം, ദ ട്രൂത്ത് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോകത്ത് തന്നെ ഞെട്ടിച്ച ഒരു ദുരന്ത കഥയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആരാണ് ജോയ്സ് കരോൾ വിൻസെന്റ്? 1965 ഒക്ടോബർ 19 ലണ്ടനിലെ ഹാമർസ്മിത്തിലാണ് ജോയ്സിന്റെ ജനനം. ഗ്രനഡയിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറി വന്ന ആഫ്രിക്കൻ വംശജനായ ലോറൻസ് വിൻസെന്റിന്റെയും ഇന്ത്യൻ വംശജയായ ലിറിസിന്റെയും മകളായിരുന്നു ജോയ്സ്. ജോയ്സ് അടക്കം 5 മക്കളായിരുന്നു ലോറൻസിനും ലിറിസിനും. കൂട്ടത്തിൽ ഏറ്റവും ഇളയതായിരുന്നു ജോയ്സ്. ഒരു സാധാരണ ജീവിതമായിരുന്നു ജോയ്സിന്റെ കുടുംബത്തിന്റേത്. പക്ഷേ അസാധാരണമായ ഒരു ചാരുത ജോയ്സിനുണ്ടായിരുന്നു. സൗന്ദര്യം, ബുദ്ധി, ആകർഷണീയത എല്ലാം ജോയ്സിനുണ്ടായിരുന്നു. ഒരു ഗായികയാകണം എന്നുള്ളതായിരുന്നു ജോയ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നെൽസൺ മണ്ടേലയെ പോലുള്ള പ്രമുഖരെ പരിചയപ്പെട്ടു. സ്റ്റീവി വണ്ടർ, ബെറ്റി റൈറ്റ് തുടങ്ങിയവരോടൊപ്പം ഡിന്നർ കഴിച്ചു. 1980കളിൽ ലണ്ടന്റെ തിരക്കേറിയ ജീവിതത്തിൽ ജോയ്സ് ഒരു ഹൈ ഫ്ലയർ ആയിരുന്നു. ഏണസ്റ്റ് ആൻഡ് യങ് പോലുള്ള വലിയൊരു കമ്പനിയിൽ ജോലി, നിരവധി സുഹൃത്തുക്കൾ, പ്രണയബന്ധങ്ങൾ, എല്ലാം തികഞ്ഞ ഒരു ജീവിതം. പക്ഷേ പിന്നീട് 2001 എന്തോ സംഭവിച്ചു. ജോയ്സ് അവളുടെ ജോലി ഉപേക്ഷിച്ചു. കാരണം ആർക്കും വ്യക്തമല്ല. പിന്നീട് അവൾ ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് ഷെൽട്ടറിലേക്ക് മാറി. പതിയെ കുടുംബമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധം കുറഞ്ഞു. പിന്നീട് പതിയെ ജോയ്സ് കരോൾ വിൻസെന്റിന്റെ ജീവിതം ഒറ്റപ്പെട്ട ഒന്നായി മാറി. 2003 ഫെബ്രുവരിയിൽ ജോയ്സ് ലണ്ടൻ നഗരത്തിലെ വുഡ്ഗ്രീൻ ഷോപ്പിംഗ് സിറ്റിക്ക് മുകളിലുള്ള ഒരു ബെഡ്സിറ്റ് ഫ്ളാറ്റിലേക്ക് മാറി. ഈ ഫ്ളാറ്റ് ഡൊമസ്റ്റിക് അബ്യൂസ് ഇരയായവർക്കുള്ള ഒരു ഹൗസിംഗ് ട്രസ്റ്റിന്റേതായിരുന്നു. പിന്നീട് ജോയ്സ് കരോൾ വിൻസെന്റിന്റെ ജീവിതം ആർക്കും അറിയാത്ത ഒരു രഹസ്യമായി മാറുകയായിരുന്നു. 2003 ഡിസംബറിൽ ജോയ്സ് മരിച്ചു. പക്ഷെ അവളുടെ മരണം ആരും അറിഞ്ഞില്ല. ഏകദേശം 3 വർഷത്തോളം ആ ഫ്ളാറ്റിനുള്ളിലെ സോഫയിൽ അവളുടെ ശവശരീരം ഒരു ഷോപ്പിംഗ് ബാഗിനും കുറച്ച് ക്രിസ്മസ് സമ്മാനങ്ങൾക്കുമിടയിൽ കിടന്നു. ടിവിയിൽ BBC 1 ചാനൽ ഓടിക്കൊണ്ടേയിരുന്നു. അടുത്തുള്ള അയൽക്കാർക്ക് ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടുവെങ്കിലും അടുത്തുള്ള ചവറ്റുകുനയിൽ നിന്നുമുള്ള ദുർഗന്ധമാണ് എന്ന് അവർ കരുതി. ജോയ്സിന്റെ മരണകാരണം അതിന്നും ചുരുളഴിയാത്ത ദുരൂഹതയേറെയുള്ള ഒരു രഹസ്യമാണ്. പെപ്റ്റിക് അൾസറും ആസ്മയും ഉണ്ടായിരുന്ന ഒരു രോഗിയായിരുന്നു ജോയ്സ്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഒരു ആസ്മ ആക്രമണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം എന്ന് എല്ലാവരും കരുതി. ജോയ്സിന്റെ ശവശരീരം ഏറെ ശോഷിച്ച നിലയിലായതിനാൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഡെന്റൽ റെക്കോർഡ്സ് വഴിയാണ് ജോയ്സിനെ തിരിച്ചറിഞ്ഞതുപോലും. 80 ലക്ഷം മനുഷ്യർക്കിടയിലെ ഒരു നഗരത്തിൽ ഒരാളുടെ മരണം എങ്ങനെ ആരും അറിയാതെ പോകും? ജോയ്സിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് അവൾ എപ്പോഴും ഒരു കമലിയൻ ആയിരുന്നു എന്നായിരുന്നു. എല്ലാവർക്കും വേണ്ടി അവൾ മാറിയെങ്കിലും യഥാർത്ഥത്തിൽ അവളെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. 4 സഹോദരിമാരടങ്ങുന്ന ഒരു കുടുംബം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്നെല്ലാം അവൾ അകന്നു. ജോയ്സിന്റെ സഹോദരിമാർ അവളെ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ സഹായം വരെ അവർ തേടിയിരുന്നു. പക്ഷെ ജോയ്സ് ഒരിക്കലും അവളെ ആരും കണ്ടെത്തപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. ചിലർ പറയുന്നത് ജോയ്സിനുണ്ടായ ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് മൂലമുണ്ടായ ട്രോമ കാരണമാണ് അവൾ എല്ലാവരിൽ നിന്നും അകന്നത് എന്നാണ്. കരോൾ മോർലി എന്ന ഒരു ഫിലിം മേക്കർ ജോയ്സിന്റെ കഥ പറയാൻ ഡ്രീംസ് ഓഫ് എ ലൈഫ് എന്നൊരു ഡോക്യുമെന്ററി നിർമ്മിച്ചു. ഈ കഥ വളരെയധികം ഹൃദയഭേദകമാണ്. അവളെ ഒരുപാട് പേര് സ്നേഹിച്ചിരുന്നു. പക്ഷേ അവൾ ആരുടെയും ശ്രദ്ധയിൽ പെടാതെ മാഞ്ഞുപോയി. ജോയ്സ് കരോൾ വിൻസെന്റിന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം? അല്ലെങ്കിൽ നമ്മൾ അവസാനമായി ഒരാളെ വിളിച്ച് അവരുടെ വിശേഷങ്ങൾ തിരക്കിയത് എപ്പോഴാണ്? ജോയ്സ് കരോൾ വിൻസെന്റിന്റെ ജീവിതം ഊർജ്ജസ്വലമായിരുന്നു. പക്ഷെ അന്ത്യം നിശബ്ദമായിരുന്നു. ഇനി ആരും നമ്മുടെ ഇടയിൽ നിന്നും ഇത്തരത്തിൽ മാഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ജോയ്സിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മിസ്റ്ററിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ